ഓക്കെ, അപ്പോൾ ബഫറാണ് പഠിക്കാനുണ്ടായത് അല്ലേ? ഇനി ബഫർ സൊല്യൂഷൻസ് ആണ് നമ്മൾ അടുത്ത ടോപ്പിക്ക്. അപ്പോൾ ബഫർ സൊല്യൂഷൻസ് എന്താ? ഒരു ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് ദാറ്റ് റെസിസ്റ്റ് ദ ചേഞ്ച് ഓഫ് പി എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതും ഒരു സൊല്യൂഷൻ നമ്മൾ പി എച്ച് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ആസിഡ് ഒരു ബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഫർ സൊല്യൂഷൻസ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ബേസ് ആഡ് ചെയ്താലോ അല്ലെങ്കിൽ സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്താലോ എന്തായിരിക്കണം? സൊല്യൂഷൻ്റെ പി എച്ച് എന്തായിരിക്കണം? ഈ ഡൈല്യൂഷൻ അല്ലെ ആസിഡ് ആഡ് ചെയ്യേണ്ട മുന്നേ അല്ലെ ബേസ് ആഡ് ചെയ്യേണ്ട മുന്നേ എന്താണോ പി എച്ച് ഉണ്ടായേ അതേ പി എച്ച് ഉണ്ടാവണം അല്ലേ? അതാണ് ബഫർ സൊല്യൂഷൻ. ഇനി ടൈപ്സ് ഓഫ് ബഫർ. രണ്ട് തരത്തിലുള്ള ബഫർ ഉണ്ട്. അസിഡിക് ബഫർ ഉണ്ട്, ബേസിക് ബഫർ ഉണ്ട്. ഓക്കെ, മേഡപ്പ് ഓഫ് വീക്ക് ആസിഡ് പ്ലസ് ഇറ്റ് സോൾട്ട് ബേസ്. ഓക്കെ, മേഡപ്പ് ഓഫ് എ വീക്ക് ആസിഡ് പ്ലസ് ഇറ്റ് സോൾട്ട് വിത്ത് എ സ്ട്രോങ് ബേസ്. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ വീക്ക് ആസിഡ് എന്താ? ഇവിടെ എക്സാമ്പിൾ അസറ്റിക് ആസിഡ് CH3COOH അല്ലേ? അതിൻ്റെ സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3COOHൻ്റെ അപ്പുറം നമ്മൾ എന്ത് റിയാക്ട് ചെയ്യുന്നത്? സ്ട്രോങ് ബേസ് NaOH റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? CH3COONA, സോഡിയം അസറ്റേറ്റ്. ഈ സൊല്യൂഷൻ, ഈ അസിറ്റിക് ആസിഡ് പ്ലസ് സോഡിയം അസറ്റേറ്റ് കണ്ടെയ്യുന്ന സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസിഡിക് ബഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ലെസ് ദാൻ 7 ആയിരിക്കും അല്ലേ? ആസിഡിൻ്റെ റേഞ്ച് എത്രയാണ്? ലെസ് ദാൻ 7 അല്ലേ? ഓക്കെ, അപ്പോൾ ബേസിക് ബഫർ എന്താ? ബേസിക് ബഫർ എന്ന് പറയുന്നത് മേഡപ്പ് ഓഫ് വീക്ക് ബേസ് ഇറ്റ് സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. വീക്ക് ബേസ് പ്ലസ് ഇറ്റ് സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. അപ്പോൾ നമ്മൾ എന്താ വീക്ക് ബേസ് നമ്മൾ എക്സാമ്പിൾ എന്താ എടുക്കുന്നത്? NH4OH അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് എന്ത്? വീക്ക് ബേസ്. അമോണിയം ക്ലോറൈഡ് എന്താ? സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. നമ്മൾ HCl റിയാക്ട് ചെയ്ത് നമ്മൾ വീക്ക് ബേസിന് അപ്പോൾ എന്താവും? NH4OH പ്ലസ് HCl ആക്ട് ചെയ്ത് NH4Cl ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളെന്ത്? ബേസിക് ബഫർ. ഈ സൊല്യൂഷനാണ് ബേസിക് ബഫർ. ബേസിക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പി എച്ച് എന്തായിരിക്കും? മോർ ദാൻ 7 അല്ലേ? ഇനി ബഫർ മെക്കാനിസം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എന്ത് പറഞ്ഞു? ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് അല്ലെങ്കിൽ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ബേസ് ആഡ് ചെയ്താൽ എന്തായിരിക്കണം? അല്ലെങ്കിൽ സൊല്യൂഷൻ ഡൈലൂട്ട് എന്തായിരിക്കണം? പി എച്ച് സെയിം ആയിരിക്കണം അല്ലേ? അപ്പം മേഡപ്പ് ഓഫ് വീക്ക് ആസിഡ് പ്ലസ് ഇറ്റ് സ്ട്രോങ് ബേസ് ആണെന്ത്? അസിറ്റിക് ആസിഡ് അല്ലേ? ഇതുവരെ നമ്മൾ നോക്കി. അപ്പം നമ്മളെ ബേസിക് ബഫറിൽ നമ്മൾ മെക്കാനിസത്തിൽ നോക്കുമ്പം അസിഡിക് ബഫറിൽ നമ്മൾ മെക്കാനിസം നോക്കുമ്പോൾ നമ്മൾ ഇവിടെ എന്താ നോക്കുന്നത്? നമ്മളെ വീക്ക് ആസിഡ് ആരെ ഇവിടെ? CH3COOH അല്ലേ? CH3COOHൻ്റെ അപ്പുറം അതിങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുക. CH3COOH എന്ന് പറഞ്ഞത് വീക്ക് ആസിഡ് ആയതുകൊണ്ട് അത് ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ CH3COOH H++ CH3COO മൈനസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക അല്ലേ? ഇനി ഇക്വിലിബ്രിയം റിയാക്ഷൻ ഫോർവേഡ് നടക്കുന്നുണ്ട്, അതേ റേറ്റിൽ ബാക്ക്വേർഡ് നടക്കുന്നുണ്ടല്ലേ? അതല്ലേ നമ്മളെ വീക്ക് ആസിഡിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ വീക്ക് ബേസിൻ്റെ പ്രത്യേകത? അവരെന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും അല്ലേ? അപ്പം എന്താ? പിന്നെ സ്ട്രോങ് ആസിഡ് ആഡ് ചെയ്യുമ്പം സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ? H+ പ്രൊവൈഡ് ചെയ്യുക. അപ്പം നമ്മൾ ഈ CH3COH നമ്മളെ റൈറ്റ് സൈഡിലുള്ള CH3COO മൈനസ് ആരെപ്പുറം റിയാക്ട് ചെയ്യും? H+ൻ്റെ അപ്പുറം റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? CH3COOH. അപ്പോൾ അവിടെ വന്ന H+ൻ്റെ കോൺസെൻട്രേഷൻ എന്താ? ന്യൂട്രലൈസ് ചെയ്ത് പെട്ടു അല്ലേ? നോ മോർ, കൂടുതൽ H+ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ അവിടെ എന്താ? പി എച്ച് ചേഞ്ച് റെസിസ്റ്റ് ചെയ്തു അല്ലേ? അടുത്തത് ഒരു സ്ട്രോങ് ബേസ് ആഡ് ചെയ്യുന്നെങ്കിൽ നമ്മളെ സൊല്യൂഷനിലോട്ടേക്ക് ഒരു സ്ട്രോങ് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ റിയാക്ഷൻ നോക്കി. അപ്പോൾ സ്ട്രോങ് ബേസ് ആഡ് ചെയ്താൽ എന്താ നോക്കാം. അപ്പോൾ സ്ട്രോങ് ബേസ് ആഡ് ചെയ്താൽ എന്താ? CH3COOHൻ്റെ അപ്പുറം OH മൈനസ് അല്ലേ? OH മൈനസ് അല്ലേ സ്ട്രോങ് ബേസ് വന്നാൽ ആഡ് ആവുക. അപ്പോൾ CH3COOH പ്ലസ് OH മൈനസ് എന്ത് ചെയ്യും? CH3COO മൈനസ് പ്ലസ് H2O തരും. അപ്പോൾ അവിടെ എന്താ? കൂടുതൽ OH മൈനസ് ഒന്നും ഇല്ല സൊല്യൂഷനിലല്ലേ? ഏത് OH മൈനസ് വന്നിനോ അതെന്താവും? ന്യൂട്രലൈസ് ചെയ്ത് പെട്ടു അല്ലേ? OH മൈനസ് ഹാസ് ബീൻ കൺസ്യൂംഡ്, പി എച്ച് ചേഞ്ചസ് വെരി ലിറ്റിൽ അല്ലേ? ഇനി അടുത്തെന്നാ? ഹെൻഡേഴ്സൺ ഹെസ്ബെല്ലാഷ് ഇക്വേഷൻ. ഇത് ഒരു ആസിഡ് ബേസിൻ്റെ ഇക്വേഷൻ ആണ്. നമുക്കെന്താ? പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഡെറിവേഷൻ എന്താ നമ്മൾ പറഞ്ഞത്? ഡെറിവേഷൻ നമുക്ക് എന്ത് സ്കൂളിൻ്റെ ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ബിക്കോസ് പല ഡെറിവേഷൻസ് ഉണ്ടാവും. ഈ ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ വേറെ ഏതെങ്കിലും സോഴ്സ് നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാച്ച് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? റീലേൺ ചെയ്യാൻ പിന്നെയും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ? അപ്പോൾ പഠിക്കും. അപ്പോൾ എന്ത് ചെയ്യണം?
എന്താ കിട്ടിക്കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പഠിപ്പിച്ചു തരാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഫോർ ആൻ അസിഡിക് ബഫർ നമുക്ക് നോക്കാം. അസിഡിക് ബഫറിനാണെങ്കിൽ നമുക്ക് കെ എ വാല്യൂ എങ്ങനെ എഴുതാം? റേറ്റ് കോൺസ്റ്റൻറ്റ് നമുക്ക് എഴുതാം കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റഡ് അല്ലേ. നമ്മളിതെങ്ങനെ എഴുതിയേ? ഈ റിയാക്ഷൻ വെച്ചിട്ട് എഴുതിയല്ലേ. ഇവിടെ എച്ച് എന്ന് പറയുന്നത് ഈ ആസിഡും CH3COOHും H++ A- അല്ലേ, അങ്ങനെയല്ലേ വരിക. അപ്പോൾ ഇതെങ്ങനെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് അല്ലേ. ഇതിനകത്ത് H+ നമ്മൾ റൈറ്റ് സൈഡിലോട്ടേക്ക് കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ എന്താവും? ഓക്കെ, കുഴപ്പമില്ല. അതിനകത്തൊന്നും കൂടി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നെക്സ്റ്റ് ക്ലാസ്സിന് പറഞ്ഞുതരാം. ഓക്കെ, H+നെ നമ്മൾ എന്ത് ചെയ്യുക? H+നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്താവും? ഇക്വേഷൻ എന്താവും? KA ഇൻറ്റു ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? ഈ H ഡിനോമിനേറ്ററിലുള്ള H KAൻ്റെ അപ്പുറം ഇൻറ്റു ആവും, പിന്നെ A- താഴെ വരും. അതല്ലേ ഇവിടെ സംഭവിച്ചത്? H+= KA ഇൻറ്റു HA/A- അല്ലേ. ഇത് നമ്മൾ ലോഗ് എടുത്തു കഴിഞ്ഞാൽ, നെഗറ്റീവ് ലോഗ് എടുത്തു കഴിഞ്ഞാൽ ഇതെന്താവും? pH= pKa പ്ലസ് ലോഗ് സോൾട്ട് ബൈ ആസിഡ്. ഇത് ബഫർ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം സോൾവിങ്ങിന് നമുക്ക് ഹെൽപ്പ് ചെയ്യും. എന്താണ്? pH= pKa പ്ലസ് ലോഗ് സോൾട്ട് ബൈ ആസിഡ് അല്ലേ. ഇതന്നെ നമ്മൾ ബേസിക് സിസ്റ്റത്തിന് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? സിമിലർലി എച്ചിനെ റീപ്ലേസ് ചെയ്ത് OH വരും, KAനെ റീപ്ലേസ് ചെയ്ത് KB വരും, ആസിഡിനെ റീപ്ലേസ് ചെയ്ത് ബേസ് വരും അല്ലേ. അപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി, പിന്നെന്താ അതിന് റീപ്ലേസ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, POH= PKB പ്ലസ് ലോഗ് സോൾട്ട് ബൈ ബേസ്. ഇനി നമുക്ക് pH പ്ലസ് POH എന്താണെന്ന് അറിയാം. pH പ്ലസ് POH എന്താ? = 14 ആണെന്നറിയാം അല്ലേ. അപ്പോൾ pH= 14 - POH എന്ന് എഴുതാം. എന്തുകൊണ്ട്? നമുക്കിപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് PH തന്നിനെങ്കിൽ, POH തന്നിനെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? PHൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. അടുത്ത ടോപ്പിക്കാണ് ബഫർ കപ്പാസിറ്റി. ബഫർ കപ്പാസിറ്റി എന്താ നമ്മൾ പഠിച്ചത്? ബഫർ കപ്പാസിറ്റി, ഒരാളെ കപ്പാസിറ്റി എന്താ? അയാൾ എത്ര മാത്രം സ്ട്രെങ്ത് ഉണ്ടോ ആ സ്ട്രെങ്ത്ത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നത്ര വർക്ക് അല്ലേ, അതായിരിക്കും അയാളുടെ കപ്പാസിറ്റി. ഇപ്പം നമ്മൾ അന്ന് എടുത്ത എക്സാമ്പിൾ ആണെങ്കിൽ ഒരു റെസ്ലറാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഹാൻഡ് റെസ്ലർ, എന്താ പറയുക അതിനിപ്പം, പഞ്ചപിടുത്തക്കാരൻ. ഓക്കെ, പഞ്ചപിടുത്തക്കാരനാണ് നമ്മൾ അന്ന് എടുത്ത എക്സാമ്പിൾ. അപ്പോൾ പഞ്ചപിടുത്തക്കാരൻ എന്ത് ചെയ്യും? നമ്മൾ അയാളപ്പുറം പഞ്ചപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അയാളെ ഒരു ചെറിയൊരു ഡിഗ്രി വരെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ആ ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അത്ര കപ്പാസിറ്റി ഉള്ളല്ലേ എന്ന് പറയുന്നത്. അതുപോലെ ബഫർ കപ്പാസിറ്റി എന്ന് പറയുന്നത് ബഫറിൻ്റെ pHൽ ചേഞ്ച് വരുത്താൻ പറ്റുന്നത്ര എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ്, അതിനെയാണ് എന്ത് പറയുന്നത്? ബഫർ കപ്പാസിറ്റി. എത്ര എമൗണ്ട് ആസിഡ് അല്ലെങ്കിൽ ബേസ് വേണം pHൽ ഒരു യൂണിറ്റ് ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട്, അതാണ് പറയുന്നത് ബഫർ കപ്പാസിറ്റി. അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ബീറ്റ. ബീറ്റ = dB/dPa × H. ഇതെന്താ? ഇനി അടുത്തത്, ഫോർ ബഫർ ഹാസ് മാക്സിമം കപ്പാസിറ്റി വെൻ. ഒരു ബഫറിന് മാക്സിമം കപ്പാസിറ്റി എപ്പായിരിക്കും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ആസിഡ് = സോൾട്ട് ആയിക്കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഈ നോക്കാം, POH = PKB പ്ലസ് ലോഗ് ആസിഡ് ബൈ ബേസ് കാണാം. അപ്പോൾ ആസിഡ് ബൈ ബേസിൻ്റെ വാല്യൂ ഈക്വൽ ആയിക്കഴിഞ്ഞാൽ ഈ വാല്യൂ എന്തായിരിക്കും? log 1 ആവും അല്ലേ. log 1 0 ആണെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ എന്താവും? പോവും. അപ്പോൾ ആ വാല്യൂ എത്തുമ്പോഴെന്ത് ഉണ്ടാവുക? pH = pKa ആവും, അല്ലെ PKB ആവും. ഇക്വേഷൻ വെച്ച് പറയാമല്ലോ അല്ലേ. ഇവിടെ POH = PKB ആവും, ഇവിടെ pH = pKa ആവും. അപ്പം ലോഗ് സോൾട്ട് ബൈ ആസിഡ് എന്നുള്ള വാല്യൂ log 1 ആവും. log 1 ആണെങ്കിൽ എന്താവണം? സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ ബൈ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ, അല്ലെ സോൾട്ട് ബൈ ബേസിൻ്റെ കോൺസെൻട്രേഷൻ എന്താവണം? 1 ആവണം അല്ലേ. അപ്പോൾ അത് ഈക്വൽ ആവണം അല്ലേ. അപ്പോൾ ബഫർ കപ്പാസിറ്റി മാക്സിമം ആവണമെങ്കിൽ ആസിഡിൻ്റെ കോൺസെൻട്രേഷനും സോൾട്ടിൻ്റെ കോൺസെൻട്രേഷനും എന്തായിരിക്കണം? 1 ആവണം. ഇനി ഓപ്റ്റിമം ബഫർ റേഞ്ച് എന്താ? ചേഞ്ച് വരാം. pHൽ എന്തായാലും ഒരു ഐഡിയലൈസ്ഡ് സിസ്റ്റം ഒന്നിലും ഉണ്ടാവില്ല. അപ്പോൾ ചേഞ്ച് വരുമായിരിക്കും, ചെറിയൊരു സ്ലൈറ്റ് ചേഞ്ച്, നല്ല പോലെയല്ല, സ്ലൈറ്റ് ചേഞ്ച്. അപ്പം ഒപ്റ്റിമം എപ്പായിരിക്കും നമുക്ക് പറയാം? അതിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ±1 യൂണിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ബഫർ റേഞ്ച് എന്താ? ഒപ്റ്റിമം ബഫർ റേഞ്ചിലാണെന്ന് പറയാം അല്ലേ. അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ തെറ്റാണ്.
ഞാൻ എന്തായാലും ഒന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഐ തിങ്ക് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ +or- 1 യൂണിറ്റ് ആണ്. ഓക്കെ, ഐ ഹാവ് എ കൺഫ്യൂഷൻ. ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ, അടുത്ത ക്ലാസ്സിന് പറഞ്ഞുതരാം. ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി ഒപ്റ്റിമം ബഫർ റേഞ്ച് പറയാൻ. എഴുതി വെച്ചിട്ടുണ്ട്, എന്തായാലും മറന്നുപോയിനെങ്കിൽ ഒന്നും ഓർമ്മിപ്പിച്ചാൽ മതി. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇനി കോമൺ ബഫർ എക്സാമ്പിൾസ് ആണ്. ബഫർ എക്സാമ്പിൾസ് നമ്മൾ ഏതൊരു ആൻസർ എഴുതുമ്പോഴും നമുക്ക് എന്ത് വേണം? എക്സാമ്പിൾസ് വേണം. പിന്നെ നമ്മളൊരു കെമിസ്ട്രി പഠിക്കുന്ന തരത്തിൽ നമുക്ക് എന്ത് വേണം? അറിയും വേണം ഇതൊക്കെ എന്താണെന്നല്ലേ. അപ്പോൾ അസിറ്റേറ്റ് ബഫർ എന്ന് പറഞ്ഞാൽ എന്താ? അസിറ്റിക് ആസിഡും അസിറ്റിക് ആസിഡിൻ്റെ സോൾട്ടും അല്ലേ, CH3COON. അമോണിയം ബഫർ എന്ന് പറഞ്ഞാൽ അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും അല്ലേ. ഫോസ്ഫേറ്റ് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2PO4- HPO4 2- അല്ലേ. ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബ്ലഡിൻ്റെ ബഫർ എന്ന് പറയുന്നത്. ബ്ലഡ് ബഫർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. H2CO3 HCO3-. ഇതിൻ്റെ pH റേഞ്ച് പഠിക്കണം എന്നില്ല, ജസ്റ്റ് നോക്കി വെക്കുക, ഓർമ്മയുണ്ടെങ്കിൽ എഴുതുക, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിന് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ചെയ്ത് നോക്കുക. മാക്സിമം ബഫർ കപ്പാസിറ്റി എപ്പാന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് അല്ലേ. ഓക്കെ ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ബഫർ ജസ്റ്റ് ഒന്ന് നമുക്ക് റിവിഷൻ പോലെ എടുക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ബഫർ എന്തായിരുന്നു? റെസിസ്റ്റ് pH റെസിസ്റ്റൻസ് ഉണ്ടാവും. വർക്ക് ബെസ്റ്റ് വെൻ ആസിഡ് ആൻഡ് സോൾട്ട് കോൺസെൻട്രേഷൻ ആണ് ഈക്വൽ അല്ലേ. ഒപ്റ്റിമം റേഞ്ച് എന്ന് പറയുന്നത് ആസിഡ് ആൻഡ് സോൾട്ട് കോൺസെൻട്രേഷൻ എന്താ? ഈക്വൽ ആയിരിക്കണം. പിന്നെ എഫക്റ്റീവ് വിത്തിൻ +or- 1 റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുക. അതിൽ കൂടുതൽ നമ്മൾ സോൾട്ട് ഓർ ബേസ് ആഡ് ചെയ്താൽ അതെന്തായിരിക്കില്ല? എഫക്റ്റീവ് ആയിരിക്കില്ല. യൂസ്ഡ് ഇൻ ബയോളജിക്കൽ സിസ്റ്റം, ഇൻഡസ്ട്രിയൽ ആൻഡ് അനാലിറ്റിക്കൽ കെമിസ്ട്രി. നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ബഫർ എവിടെയൊക്കെ ഉണ്ട്? ബയോളജിക്കൽ സിസ്റ്റം, ബ്ലഡ് ബഫർ നമ്മൾ കണ്ടല്ലേ. ഇൻഡസ്ട്രിയിലും ബഫർ ഉണ്ട്. പിന്നെന്താ? അനാലിറ്റിക്കൽ സിസ്റ്റത്തിലും ബഫർ ഉണ്ട്. ഈ ബഫർ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മളെ സോൾട്ട് അനാലിസിസിൽ 3rd ഗ്രൂപ്പിൻ്റെ അനാലിസിസിന് വേണ്ടി ഒരു ബഫർ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഏതാണ്? NH4Cl-ഉം NH4OH സൊല്യൂഷൻ ആണ് എടുക്കുന്നത് അല്ലേ. ആപ്ലിക്കേഷൻ ഓഫ് ബഫർ: മെയിൻറ്റെയിനിങ് pH ഇൻ ബ്ലഡ്, മെയിൻറ്റെയിനിങ് pH ഓഫ് എൻസൈം റിയാക്ഷൻ. എൻസൈം റിയാക്ഷൻസിനൊക്കെ pH എന്തായിരിക്കണം? ഒരു പെർട്ടിക്കുലർ pH തന്നെ നടക്കണം, അല്ലെങ്കിൽ എന്താവും? എൻസൈം വർക്ക് ചെയ്യില്ല. ഓക്കെ, എൻസൈംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പോൾ ചെറിയ ചെറിയ ചേഞ്ച് ഇവർ എന്ത് ചെയ്യും? വല്ലാതെ ബാധിക്കും. ഓക്കെ, അപ്പം എൻസൈം റിയാക്ഷൻസ് എല്ലാം pH മെയിൻറ്റെയിൻഡ് ആണ്. ടൈട്രേഷനിൽ pH വേണം. ഫാർമസ്യൂട്ടിക്കൽസിലായാലും ഇപ്പോൾ നമ്മൾ ഡ്രഗ് ഡിസ്കവറിയിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? pH ഒന്നും മാറ്റാൻ പറ്റില്ല. അപ്പം pH റെസിസ്റ്റൻറ്റ് സൊല്യൂഷൻസ് വേണം അല്ലേ, ഇല്ലെങ്കിൽ നമുക്കത് ഡ്രഗ് ഉണ്ടായി വരുന്ന ഡ്രഗ് വേറെ എന്തെങ്കിലും ആയിപ്പോവും. മെക്കാനിസം ഓഫ് ബഫർ ആക്ഷൻ നമുക്ക് നോക്കാം. ആ ബഫർ വർക്ക്സ് ഓൺ എ പ്രിൻസിപ്പിൾ ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് എ വീക്ക് ആസിഡ്. ഓക്കെ, നമ്മൾ കണ്ടു മുകളിൽ ഒരു ബഫർ എന്താ? ബഫറിൽ ഒരു വീക്ക് ആസിഡ് ഉണ്ടാവും. പിന്നെന്താ? അതിൻ്റെ സോൾട്ട് ഉണ്ടാവും അല്ലേ. സോൾട്ട് കണ്ടെയ്നിങ് കോമൺ അയോൺ ഉണ്ടാവും അല്ലേ. നമ്മളെന്താ? CH3COOH-ഉം CH3COON. അവിടെ കോമൺ അയോൺ ആരാ? CH3COO- അല്ലേ. ഇപ്പം നമ്മൾ ബേസിക് ബഫർ എടുക്കുകയാണെങ്കിൽ NH4OH-ഉം NH4Cl കോമൺ ആരാ? NH4+ അല്ലേ. ഓക്കെ, എന്താ ഇവിടെ നമ്മൾ ആസിഡിക് ബഫറിൻ്റെ കൺക്ലൂഷന് ആഡഡ് H+ കമ്പൈൻ. നമ്മൾ H+ ആഡ് ചെയ്ത് അതെന്തിൻ്റെ അപ്പുറം കമ്പൈൻ ചെയ്യും? അസിറ്റേറ്റ് അയോണിൻ്റെ അപ്പുറം കമ്പൈൻ ചെയ്തിട്ട് അൺഡിസോസിയേറ്റഡ് CH3COO- ആവും. അപ്പം എന്താ? pH എന്താ? നിയർലി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ബേസിൻ്റെ ആണെങ്കിലും എഡിഷൻ ഓഫ് OH- റിയാക്ട്സ് വിത്ത് വീക്ക് ആസിഡ്. നമ്മൾ വീക്ക് ആസിഡിനൊപ്പം റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം? അസിറ്റേറ്റ് അയോൺ ഫോം ചെയ്യും. അതിലെന്താ? pH വെരി വെരി ലിറ്റിൽ ആയിരിക്കും. ചേഞ്ച് ചെയ്ത് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 നമ്മൾ പറയാം. കൺക്ലൂഷൻ: സ്ട്രോങ് ആസിഡ്സ് ആൻഡ് ബേസസ് ആഡഡ് ആൻഡ് കൺസ്യൂംഡ് ബൈ ബഫർ കമ്പോണൻറ്റ്സ് കീപ്പിംഗ് pH ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആസിഡ് അല്ലെങ്കിൽ ബേസ് ആഡ് ചെയ്ത സിസ്റ്റത്തിലോട്ടേക്ക്
എന്തുണ്ടാവും, പി എച്ച് ചേഞ്ച് ചെയ്യില്ല, പി എച്ച് ഓൾമോസ്റ്റ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബേസിക് ബഫറിൻ്റെ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, NH4OHും NH4+OH- അല്ലേ. അപ്പം നമ്മൾ NH4Clൻ്റെ ഡിസോസിയേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, NH4Clൻ്റെ ഡിസോസിയേഷനും കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ NH4+ൻ്റെ കോൺസെൻട്രേഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. ആ കോൺസെൻട്രേഷൻ കാരണം എന്താടക്കും, NH4OHൻ്റെ ഡിസോസിയേഷൻ കുറയും അല്ലേ. അതല്ലേ നമ്മൾ എവിടെ പഠിച്ചത്, കോമൺ അയൺ ഇഫക്റ്റ് പഠിച്ചതല്ലേ. ഓക്കെ, അപ്പോൾ അഡീഷൻ ഓഫ് AH+ എന്ത് ചെയ്യും, H+ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരെപ്പുറം കമ്പൈൻ ചെയ്യും. ഓക്കെ ഓക്കെ, നമുക്ക് OH- നോക്കാം. OH- ആണ് ആഡ് ചെയ്തെങ്കിൽ addition of H+, but this decreases OH-. ഓക്കെ, അപ്പം നമുക്കിവിടെ എന്താ കാണുന്നത്, H+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരെപ്പുറം റിയാക്ട് ചെയ്യും, OH- ഒപ്പം റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, വാട്ടർ ഫോം ചെയ്യും. അപ്പോൾ റിയാക്ഷൻ എങ്ങോട്ടേക്ക് പ്രൊസീഡ് ചെയ്യും, ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പൾ പ്രകാരം എന്താണോ കുറഞ്ഞത് അത് കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സിസ്റ്റം പ്രൊസീഡ് ചെയ്യും അല്ലേ, ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ NH4OH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല, NH4OHൽ H+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ H+ ആരെപ്പുറം റിയാക്ട് ചെയ്യും, OH- ഒപ്പം റിയാക്ട് ചെയ്യും. OH- ഒപ്പം റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ഫോം ചെയ്യും. അപ്പോൾ OH- എന്താ, കൺസ്യൂം ചെയ്തു. അപ്പോൾ എന്താ, സിസ്റ്റത്തിൽ OH- പിന്നെയും നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത്, ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പൾ പ്രകാരം റിയാക്ഷൻ പിന്നെയും ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും അല്ലേ. സോ ദാറ്റ് pH റിമെയിൻസ് ഓൾമോസ്റ്റ് അൺചേഞ്ച്ഡ് അല്ലേ. ഇനി നമ്മൾ ബേസ് ആഡ് ചെയ്യുന്നെങ്കിൽ എന്താ, റിയാക്ഷൻ ബാക്ക്വേർഡിലോട്ടേക്ക് നടക്കും അല്ലേ. അഡീഷൻ ഓഫ് OH- ഇസ് ന്യൂട്രലൈസ്ഡ്. നമ്മൾ OH- ആഡ് ചെയ്ത് കഴിഞ്ഞാൽ OH- ആരെപ്പുറം റിയാക്ട് ചെയ്യും, OH- NH4OHൻ്റെ ഒപ്പം റിയാക്ട് ചെയ്യും അല്ലേ. NH4OHൻ്റെ ഒപ്പം റിയാക്ട് ചെയ്തിട്ട് NH4OH പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പം റിയാക്ഷൻ എങ്ങോട്ടേക്ക് പോവും, അഡീഷൻ ഓഫ് OH- ഇസ് ന്യൂട്രലൈസ്ഡ്, NH4+ കോൺസെൻട്രേഷൻ ഡിക്രീസസ്, ഫ്രീ OH- ഡസ് നോട്ട് ബിൽഡ് അപ്പ്. ഓക്കെ, അപ്പോൾ NH4+ ആരെപ്പം റിയാക്ട് ചെയ്തു, OH- ഒപ്പം റിയാക്ട് ചെയ്ത് NH4OH ആവും. NH4+ൻ്റെ കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ റിയാക്ഷൻ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യും അല്ലേ, NH4+ൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ. ഇനി അല്ലെങ്കിൽ പിന്നീട് ക്ലാസ് എടുക്കുമ്പം പിന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, റോൾ ഓഫ് ഇക്വിലിബ്രിയം, ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പൾ നമ്മൾ എന്താ പഠിച്ചത്, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് ഡിസ്റ്റർബ് ചെയ്താൽ, ഇപ്പം നമുക്ക് പ്രൊഡക്റ്റിൻ്റെ അടുത്തും ഡിസ്റ്റർബ് ചെയ്യാം, റിയാക്റ്റിൻ്റെ അടുത്തും ഡിസ്റ്റർബ് ചെയ്യാം. ഡിസ്റ്റർബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കോൺസെൻട്രേഷൻ കൂട്ടുക, കുറക്കുക, ഡൈല്യൂട്ട് ചെയ്യുക. എന്താണോ ചെയ്യുന്നത് അതിന് കൂട്ടാൻ വേണ്ടിയിട്ട് അതിന് കൗണ്ടർ ഇഫക്റ്റ് ആയിട്ട് എന്ത് വരും, നമ്മളെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. നമ്മൾ പ്രൊഡക്റ്റിൽ നിന്ന് എന്തെങ്കിലും കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിലോട്ടേക്ക് മൂവ് ചെയ്യും, പ്രൊഡക്റ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അഥവാ റിയാക്റ്റൻസ് ആണ് കൺസ്യൂം ചെയ്തിനെങ്കിൽ റിയാക്റ്റൻ ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ടേക്ക് പ്രൊഡ്യൂസ് ചെയ്യും. എന്താണ്, റിയാക്റ്റൻ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോമൺ അയൺ ഇഫക്റ്റും ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളും എവിടെ കാണപ്പെടുന്നുണ്ട്, ബഫർ സിസ്റ്റത്തിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ. whenever acid or base is added, the equilibrium shift to consume the acid ion. ഓക്കെ അല്ലേ. ആഡഡ് അയോൺ എവിടെയാണോ ഉള്ളത്, ഇപ്പം നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറക്കണം, കുറച്ച് കഴിഞ്ഞാൽ അത് കൂട്ടണം. അതാണ് ഇക്വിലിബ്രിയത്തിൽ നടക്കുന്നത് അല്ലേ. മിനിമൈസിങ് pH, ബഫർ ചേഞ്ച് വരാണ്ടിരിക്കാൻ വേണ്ടി. ഹെൻഡർസൺ ഇക്വേഷൻ നമ്മൾ നോക്കി, എപ്പോഴാണ് ബഫർ ഏറ്റവും കൂടുതൽ മാക്സിമം കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. എന്താണ് അതിൻ്റെ ഓക്കെ ആസിഡിക് ബഫർ ആണെങ്കിൽ pH എന്താ, <<7 ആയിരിക്കും, മെയിൻറ്റെയിൻ ചെയ്യുക തന്നെ. ബേസിക് ബഫർ ആണെങ്കിൽ കൂടുതൽ. മെക്കാനിസം നമുക്ക് നോക്കിയല്ലേ. ഇനി ഹൈഡ്രോളിസിസ് നോക്കാം. ഹൈഡ്രോളിസിസ് ഏതിലാണ് നടക്കുക നമ്മൾ പറഞ്ഞത്. ഹൈഡ്രോളിസിസ് നടക്കണമെങ്കിൽ അവരുടെ വീക്ക് ആസിഡ് അല്ലെ ബേസിൻ്റെ പ്രസൻസ് വേണം. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിസിസ് എന്താണ് നമുക്ക് നോക്കാം. ഡെഫിനിഷൻ വായിച്ചു നോക്കാം. ഹൈഡ്രോളിസിസ് ഓഫ് എ സോൾട്ട് റിഫേഴ്സ് ടു ദ റിയാക്ഷൻ ഓഫ് എൻ അയൺ ഓഫ് എ സോൾട്ട് വിത്ത് വാട്ടർ ടു പ്രൊഡ്യൂസ് ആസിഡ് ഓർ ബേസ് സൊല്യൂഷൻ. മനസ്സിലായോ? ഇല്ല, നമുക്ക് എന്ത് ചെയ്യാം, സ്ലോലി വായിക്കാം.
ഹൈഡ്രോളിസിസ് ഓഫ് എ സോൾട്ട്. ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞാൽ വാട്ടർ ആഡ് ചെയ്യുക. നമ്മൾ സോൾട്ടിലോട്ടേക്ക് വാട്ടർ ആഡ് ചെയ്യുക. സോൾട്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ടാണ് സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആസിഡ് എന്തായിരിക്കണം? വീക്ക് ആസിഡ് ആയിരിക്കണം. ഓക്കെ, ഒരു ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ടാണ് സോൾട്ട് ഫോം ചെയ്യുന്നത്. സ്ട്രോങ് ആണോ വീക്ക് ആണോ നമ്മൾ പറഞ്ഞില്ല. സോൾട്ട് ആവണമെങ്കിൽ അതെന്താവണം? ആസിഡ് പ്ലസ് ബേസ് ആണ് സോൾട്ട് ഉണ്ടാവുന്നത്. ഹൈഡ്രോളിസിസ് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ആഡ് ചെയ്യുക. അപ്പം ഹൈഡ്രോളിസിസ് ഓഫ് എ സോൾട്ട് റിഫേഴ്സ് ടു ദി റിയാക്ഷൻ ഓഫ് ദി അയൺസ് ഓഫ് സോൾട്ട് വിത്ത് വാട്ടർ. സോൾട്ടും വാട്ടറും കൂടെ റിയാക്ട് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ആസിഡ് അല്ലെ ബേസിക് സൊല്യൂഷൻ. അസിഡിക് അല്ലെ ബേസിക് സൊല്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ റിയാക്ഷനെയാണ് എന്ത് പറയുന്നത്? ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട്. ഇറ്റ് ഒക്കേഴ്സ് വെൻ സോൾട്ട് ഈസ് ഫോംഡ് ഫ്രം എ വീക്ക് ആസിഡ്. ഓക്കെ, ഇത് എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? നമ്മളിപ്പോൾ റിയാക്ട് ചെയ്യുന്ന സോൾട്ട് എന്തായിരിക്കണം? വീക്ക് ആസിഡ് അല്ലെ വീക്ക് ബേസ് ആയിരിക്കണം, അല്ലെ ബോത്ത് ആയിരിക്കണം. ഓക്കെ, ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്, ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട് എന്ത് ചെയ്യും? സോൾട്ട് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും സ്ട്രോങ് ഉണ്ട്. പക്ഷേ സോൾട്ടിൻ്റെ ഹൈഡ്രോളിസിസ് നടന്നു കഴിഞ്ഞാൽ അസിഡിക് അല്ലെ ബേസിക് സൊല്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കണം? ഒരു വീക്ക് ആസിഡ് അല്ലെ വീക്ക് ബേസ് കൊണ്ടുണ്ടാക്കിയ സോൾട്ട് ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ബോത്ത് ആയാലും കുഴപ്പമില്ല. വൈ ഹൈഡ്രോളിസിസ് ഹാപ്പൺ? ഹൈഡ്രോളിസിസ് എന്തുകൊണ്ടാണ് ഹാപ്പൺ ചെയ്യുന്നത്? വാട്ടർ എപ്പോൾ അയണൈസ്ഡ് ഫോമിലാണ് ഇരിക്കുന്നത്. H2O is equal to H++ OH- ഉള്ള ഫോമിലാണ് ഇരിക്കുന്നത്. ഇഫ് ദി അയോൺസ് ഓഫ് ദ സോൾട്ട് റിയാക്ട് വിത്ത് H++ or OH-, ദ pH ഓഫ് ദ സൊല്യൂഷൻ ചേഞ്ചസ്. H+ അല്ലെ OH- ഒപ്പം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? സൊല്യൂഷൻ്റെ pH എന്താവും? ചേഞ്ച് ആവും. ഇപ്പം H+ൻ്റെ ഒപ്പം റിയാക്ട് ചെയ്താൽ OH- സൊല്യൂഷനിലിരിക്കും. അപ്പോൾ സൊല്യൂഷൻ എന്താവും? ബേസിക് ആവും. OH- ഒപ്പം റിയാക്ട് ചെയ്യുന്നെങ്കിൽ H+ സൊല്യൂഷനില്ല. അപ്പോൾ സൊല്യൂഷൻ എന്താ? ബേസിക് ആവും. ടൈപ്പ് ഓഫ് സോൾട്ട്സ് ആൻഡ് ഹൈഡ്രോളിസിസ് ബിഹേവിയർ. സോൾട്ട് ഓഫ് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസ് NaCl KNO3 ഡസ് നോട്ട് അണ്ടർഗോ ഹൈഡ്രോളിസിസ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹൈഡ്രോളിസിസ് ചെയ്തിട്ട് ഇവർ സ്ട്രോങ് ആസിഡിക് സൊല്യൂഷൻ അല്ലെങ്കിൽ ബേസിക് സൊല്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇവർ കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുന്നുണ്ട് അല്ലേ? Because strong acids and strong base undergo complete dissociation, ions do not react with water. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയൺസ് എന്താ? റിയാക്ട് ചെയ്യില്ല, വാട്ടറിനൊപ്പം റിയാക്ട് ചെയ്തില്ല. H+ OH- സൊല്യൂഷനിൽ തന്നെ കിടക്കും. അപ്പോൾ എന്തായിരിക്കും? സൊല്യൂഷൻ ന്യൂട്രൽ ആയിരിക്കും അല്ലേ? സോൾട്ട് ഓഫ് എൻ ആസിഡ് ഓർ ബേസ്, വീക്ക് ബേസ്. സ്ട്രോങ് ആസിഡും വീക്ക് ബേസിൻ്റെ എക്സാമ്പിൾ എടുക്കാം നമുക്ക്. സ്ട്രോങ് ആസിഡും വീക്ക് ബേസ് എന്ന് പറഞ്ഞാൽ ആരാ? NH4Cl. സ്ട്രോങ് ആസിഡ് എന്തായിരിക്കും ഇവിടെ? HCl-ഉം വീക്ക് ബേസ് എന്ന് പറയാം NH4OH-ഉം. ഓക്കെ അല്ലേ? ഇവർ രണ്ടാളും റിയാക്ട് ചെയ്തിട്ട് NH4Cl പ്രൊഡ്യൂസ് ചെയ്ത് ഈ NH4Cl-നെ നമ്മൾ വാട്ടറിനൊപ്പം റിയാക്ട് ചെയ്താൽ എന്ത് ഫോം ചെയ്യും? വാട്ടറിൻ്റെ H+ എടുത്തിട്ട് NH4+ ആവും അല്ലേ? സോറി, കാറ്റയോൺ എന്താ? ഇവിടെ NH4+ഉം Cl- ആണ് കാറ്റയോൺ. എന്നിട്ട് NH4+ വാട്ടറിനൊപ്പം റിയാക്ട് ചെയ്തിട്ട് H3O+ഉം NH3O ആവും. അപ്പോൾ H3O+ൻ്റെ ഇതെന്താണ്? സൊല്യൂഷൻ എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. അപ്പോൾ pH എന്താവും? <7 ആവും. ഇനി വീക്ക് ആസിഡും സ്ട്രോങ് ബേസും. വീക്ക് ആസിഡ് എന്ന് പറയുന്നത് എന്താ? CH3COOH അല്ലേ? നമ്മളതല്ലേ പഠിച്ചത്. സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NaOH.